പട്ടിണിയുടെ നടുവിലെന്തിനു പാട്ടുപാടണു മക്കളെ, പച്ചവെള്ളവും മോന്തി നമ്മള് പണിയെടുത്തവരല്ലയോ. കർക്കിടക മാസം ഓർമ്മ വന്നു, കർക്കിടകം വന്നല്ലോ. അപ്പൊ ഈ കർക്കിടക മാസം ഓർമ്മ വരുമ്പോ കുട്ടിക്കാലം ഓർമ്മ വരുന്നത് പട്ടിണിയാ. ഒരുവിധം നാട്ടുപുറത്തുള്ള ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം കാർഷിക വിളകളൊന്നും വിളവെടുക്കാറായൊന്നും സമയമല്ല. ഒക്കെ നട്ടിട്ട് 1 മാസം 2 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ചിങ്ങമാസം കന്നിമാസമൊക്കെ ആവണം എന്തെങ്കിലുമൊക്കെ വിളവെടുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഭക്ഷണത്തിന് പാകമൊന്നുമില്ല, നിവൃത്തിയൊന്നുമില്ല. അരിക്ക് ഭയങ്കര ക്ഷാമം. അപ്പോ ഉള്ള അരിയുടെ കൂടെ ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ കർക്കിടക കഞ്ഞിനെ പറ്റിയിട്ടാണ് പറയണത്. അതിന്റെ ചരിത്രമാണ് പറയണത്. അപ്പോ താള്, തകര, വാഴക്കുഞ്ഞ്, കയ്യിൽ കിട്ടുന്ന കണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് ഉള്ള അരിയിട്ട് കഞ്ഞി വെച്ച് തന്നിരുന്ന അമ്മമാര്. അങ്ങനെയാണ് കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാവുന്നത് തന്നെ. ഇപ്പൊ അത് വാണിജ്യവൽക്കരിക്കപ്പെട്ടു പോയി. ഇപ്പോ വളരെ ബ്രാൻഡൊക്കെ ചെയ്ത് ഒരുപാട് പൈസ ഒക്കെ മുടക്കിയ ആളുകൾ വാങ്ങി ഇത് ഭക്ഷിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ഭക്ഷണക്രമം അതിൽ വേണം. സംഗതി നല്ലത് തന്നെയാണ്. നമ്മുടെ ആരോഗ്യ പരിപാലനം വർഷത്തിലൊരിക്കൽ കർക്കിടകത്തിന്റെ പേരിൽ നമുക്ക് ചെയ്യുന്നത് നല്ലതാണ്. ആ പഴയ കാലത്തെ കാലാവസ്ഥയൊന്നും ഇപ്പൊ നിലവിലില്ല. ഇപ്പോ അന്നത്തെ മഴയില്ല, തണുപ്പില്ല. ഈ കൂടുതൽ തണുപ്പും മഴയുള്ള സമയങ്ങളിലാണ് നമ്മളുടെ വിശപ്പ് കുറയും, ജഠരാഗ്നി കുറയും എന്നാണ് പറയുന്നത് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ലഘുവായിട്ടുള്ള ആഹാരങ്ങള്, അതായത് ദഹന സംബന്ധമായിട്ട് വളരെ ഈസി ആയിട്ട് ദഹിക്കാൻ പറ്റിയ ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോ 3 നേരം കർക്കിടക കഞ്ഞി കുടിക്കുക, അല്ലെങ്കിൽ 3 നേരം നല്ലോണം ഭക്ഷണം കഴിക്കുക, എന്നിട്ട് കർക്കിടക കഞ്ഞി കുടിക്കുക. പിന്നെ ഒന്നുള്ളത് ഈ ഉഴിച്ചില് പിഴിച്ചില്, അതിന് പോയി കഴിഞ്ഞാൽ സുചികിത്സയായി എന്നാണ് ആളുകളുടെ ധാരണ. പക്ഷെ അതല്ല അതിന്റെ ശരി. ഈ ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന്റെ പരിപാലനത്തിന്റെ ഒരു പൂർവ്വഘട്ടം ആയിട്ട് അതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ശരീരം പാകപ്പെടുത്തി എടുക്കുക. പാകപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട്. നമ്മളുടെ ദഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ വൃത്തിയാക്കുക, ശുദ്ധിയാക്കുക. അതായത് നമുക്ക് ചോദന കിട്ടുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യം. അതുണ്ടെങ്കിൽ പിന്നെ രോഗങ്ങൾ ഉണ്ടാവില്ല. അതാണ് അതിന്റെ കാര്യം. അപ്പോ ഈ കഞ്ഞിയുടെ പ്രാധാന്യം വരുന്നത് അവിടെയാണ്. നമുക്ക് ഈ പറഞ്ഞ മാതിരി ദഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നടക്കും കഞ്ഞി കുടിക്കുമ്പോൾ. അത് 3 നേരം കഴിക്കണമെന്നില്ല. മറ്റുള്ള ആഹാരങ്ങളുടെ കൂടെ 1 നേരം കഞ്ഞി കുടിക്കുക, മറ്റുള്ള ആഹാരങ്ങൾ കഴിക്കുക. പിന്നെ ധാരാളം വിശ്രമിക്കുക, വ്യായാമം ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ലത്. പഞ്ചകർമ്മം എന്ന് പറയുമ്പോൾ വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷം, ഇതാണ് പഞ്ചകർമ്മം. അതിലെ ഒരു ഘട്ടം മാത്രമാണ് ഒഴിച്ചില്. നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തിയെടുക്കുക, ചികിത്സയ്ക്ക് വേണ്ടുന്ന രീതിയിലേക്ക് പാകപ്പെടുത്തിയെടുക്കുക. ഈ കർക്കിടക കഞ്ഞിയുടെ കൂട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയണ്ടേ? ഇതില് ദശപുഷ്പം ആണ് ഇതിൽ ചേർക്കേണ്ടത്. ഞവരരിയാണ് കേട്ടോ അരിയായിട്ട് യൂസ് ചെയ്യേണ്ടത്. ദശപുഷ്പത്തിൽ വരുന്നത് കറുക, കയ്യോന്നി, പിന്നെ മുക്കുറ്റി, വിഷ്ണുക്രാന്തി, തിരുതാളി, പൂവാങ്കുറിഞ്ഞി, നിലപ്പന, ചെറുള, മുയൽ ചെവിയൻ, ഒഴിഞ്ഞ, ഇത്രയും മൂലകങ്ങളാണ് നമ്മൾ ദശപുഷ്പമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പാകപ്പെടുത്തി എടുത്ത് കഞ്ഞിയുടെ കൂടെ ചേർത്ത് ഇന്ദുപ്പ് മേമ്പൊടിയായിട്ടിട്ട് ആണ് നമ്മളിത് സേവിക്കേണ്ടത്. അതിൻ്റെ കൂടെ ചങ്ങലമ്പരന്റെ ചേർക്കുന്നവരുണ്ട്, അത് പാൽക്കഞ്ഞിയാക്കി കുടിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ കർക്കിടക കഞ്ഞിയുടെ കൂട്ട് എന്ന് പറയുന്നത്. ഇത്രയാണ്. അതിൻ്റെ കൂടെ ഉലുവ ചേർക്കാം, അതുപോലെ കാർഗോലരി, കൊത്താമ്പലരിയൊക്കെ ചേർക്കാം. ഈ ദശപുഷ്പത്തിന്റെ കൂടെ തന്നെ ഇത്യാദി സാധനങ്ങളും കൂടി ചേർക്കുമ്പോൾ നമുക്ക് നല്ല ശരീരപുഷ്ടി ഉണ്ടാവും, ആരോഗ്യത്തിന് നല്ലതാണ്, ദഹന പ്രക്രിയയും വളരെ നന്നായി നടക്കും. കൂടാതെ ഒറ്റമൂലികളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അടുത്തതായിട്ട് ഒറ്റമൂലികളെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുക. ഈ ഒറ്റമൂലികൾ പറഞ്ഞു കൊടുക്കാൻ ആളുകൾക്ക് പൊതുവെ വൈമനസ്സുള്ള കൂട്ടത്തിലാണ് ഞാൻ കാണുന്നത്. അത് ആ അറിവ് ഷെയർ ചെയ്യാതെ നമുക്ക് ആയിരക്കണക്കിന് ഒറ്റമൂലികൾ നശിച്ചു പോയിട്ടുണ്ട്, അറിവുകൾ നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ട്, പാരമ്പര്യമായിട്ട് കൈമാറി പോരാതെ. അത് എന്തോ ഒരു നഷ്ടപ്പെട്ടു പോകും, അത് കൈമാറി കഴിഞ്ഞാൽ അതിന്റെ ഫലം പോകും, അങ്ങനെയൊക്കെ പറഞ്ഞൊരു തരം തെറ്റിദ്ധാരണകൾ നമുക്ക് സമൂഹത്തിൽ പരത്തി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ അതല്ല ചെയ്യേണ്ടത്. ഈ ഒറ്റമൂലികൾ എന്ന് പറഞ്ഞ ഒരു രോഗത്തിന് പലയിനം മരുന്നുകൾ കൂടാതെ ഒരു പർട്ടിക്കുലർ മൂലകം കൊണ്ട് ചികിത്സിച്ച് മാറാവുന്ന ഒരു ഔഷധത്തിനെയാണ് നമ്മൾ ഒറ്റമൂലി എന്ന് പറയുന്നത്.
ആ അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് എന്തോന്ന് സംഭവിക്കാൻ പോണത്? ഒരു നഷ്ടം വരാനില്ല. നമ്മുടെ പുതിയ തലമുറയ്ക്ക് അത് പകർന്നു കിട്ടും. അത് അങ്ങനെ തുടർച്ചയായിട്ട് അത് ഉപയോഗപ്രദമാക്കി മനുഷ്യരാശിക്ക് ഗുണമുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്. അപ്പോ എന്റെ അടുത്ത വീഡിയോ തീർച്ചയായിട്ടും ഒറ്റമൂലികളെ പറ്റിയിട്ടായിരിക്കും.